അട്ടപ്പാടിയിൽ പുലിയെ കാണുന്നത് ഒരു പുതിയ സംഭവമല്ല. പക്ഷെ ഒരു സ്കൂൾ ആകെ ഒന്നടങ്കം പുലിയുടെ ഭീതിയിലാകുന്ന സാഹചര്യം. അട്ടപ്പാടി ഗവൺമെന്റ് LP സ്കൂളിലാണ് ഈ സാഹചര്യം നേരിടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒരു പുലിയെ കണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഇവിടെയുണ്ട്. ഇന്നലെ നിങ്ങൾ ഈ പുലിയുടെ ഇത് കണ്ടപ്പോൾ ഒരു ഭയന്നോ? ഭയങ്കരമായിട്ട് ഭയന്നു. പിന്നെ ഈ പുലി വരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ. അപ്പോൾ ഞാനും അനാമികയാണ് ആദ്യമായിട്ട് കണ്ടത്. പക്ഷെ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ചിലപ്പോൾ പ്ലാസ്റ്റിക്കും അല്ല ആയിരിക്കുന്നത്. ആടിൻ്റെ തൊലിയെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നീടാണ് അധ്യാപകർ വന്നിട്ട് പറയുന്നത് ഇതാണെന്ന്. കളിച്ചൊക്കെ നടക്കുന്ന സ്ഥലമാണ് അല്ലേ? കൂട് വെക്കണം, CCTV ക്യാമറ വേണം, നിർബന്ധമാണ്. എങ്ങനെങ്കിലും വനം വകുപ്പുകാര് പുലിനെ പിടിച്ചു തന്നാ മതി എന്ത് സാഹചര്യത്തിലും. ഉറപ്പായും ഉണ്ടാവും. ഇന്ന് സ്കൂളില്ല, പക്ഷെ ഇവർ ഈ ആശങ്ക പങ്കുവെക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയതാണ്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും PTA പ്രസിഡന്റും ഒക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ്? എത്രയും പെട്ടെന്ന് ഈ പുലിയെ മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടല്ലോ. ഉറപ്പായിട്ടും നമ്മുടെ ആശങ്ക നിലനിൽക്കുന്നത് പുലിയെ ഇവിടുന്ന് പിടിച്ച് ഏതെങ്കിലും ഉൾക്കാടുകളിൽ കൊണ്ടുപോയി വിടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത് ഈ ഒരു ഒരെണ്ണം മാത്രമല്ല, ഈ അട്ടപ്പാടിയുടെ എല്ലാ വിവിധ പ്രദേശങ്ങളിലും ഈ പുലിയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പുറകിലേക്ക് ഫോറസ്റ്റാണ് ഉള്ളത്. അപ്പം അവിടെ അതിനുള്ള എന്തെങ്കിലും അടിയന്തരമായിട്ടൊരു സംവിധാനം ചെയ്യുക, ചുറ്റുമതിൽ ഇറങ്ങാതിരിക്കാൻ. അതേപോലെ ഈ CCTVയുടെ ഒരു പോരായ്മ ഇവിടെ ഉണ്ട്. ക്യാമറ ഒക്കെ പറഞ്ഞില്ല, അതെന്തെങ്കിലും ആയോ? ഒരു തീരുമാനമായിട്ടില്ല. ഇന്നലെ മന്ത്രി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമെങ്കിൽ ക്യാമറ വെക്കാം, കൂടെ വെക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വെറും വാക്കിൽ ഒതുങ്ങാൻ വേണ്ടി പാടില്ല. ഇവിടെ 600ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ ഭൂരിഭാഗം ആദിവാസി കുട്ടികൾ പഠിക്കുന്ന സ്കൂളും കൂടിയാണ് നമ്മുടെ സ്കൂളായിട്ടുള്ളത്. പിന്നെ ബാത്റൂം എന്ന് പറയുന്നത് ഏകദേശം ഫോറസ്റ്റിനോട് ചേർന്നൊക്കെയാണ് ബാത്റൂം ഇരിക്കുന്നത്. പിന്നെ ഈ പുലി ഇങ്ങോട്ട് വരാതിരിക്കാൻ, വന്യമൃഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ മതിലിനോട് ചേർന്ന് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനം ചെയ്തു തന്നാൽ അത് ഏറ്റവും വലിയ ഉപകാരമായി മാറും. അധ്യാപകരൊക്കെ അധ്യാപകരുടെ ടെൻഷൻ ഉണ്ടാവില്ല. അധ്യാപക ടെൻഷൻ വെച്ചാൽ അത് പ്രീ പ്രൈമറി വിഭാഗമാണ് ഉള്ളത്. ഏറ്റവും കൊച്ചു കുട്ടികൾ പഠിക്കുന്ന വിഭാഗമാണ്. ഇവിടെ കുട്ടികൾ 9 മണിക്ക് എത്തും. എത്തിയാലും അധ്യാപകർ ഇപ്പോൾ ആ സമയത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് കുട്ടികൾ ഇവിടെ കളിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പേടിയാണ്. പറയാൻ കഴിയില്ല. പകലാണോ രാത്രിയാണോ രാവിലെ അതിരാവിലെ ആണോ ഈ സമയത്താണോ ഒന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് കൊച്ചു കുട്ടികൾ വരുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട്, ഭയങ്കര പേടിയുണ്ട്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നാലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഒരു ആശങ്കയാണ്. കാരണം ഇങ്ങനെ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ പുലിയെ കണ്ടു. അത് മാത്രമല്ല, അത് 5ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന കുട്ടികളാണ്. ഇത് പ്രീ പ്രൈമറി വിഭാഗമാണ്. അപ്പോൾ വളരെ ചെറിയ കുട്ടികളാണ്. അവരൊക്കെ ഇങ്ങനെ അവരുടെ മുന്നിലൊക്കെ പുലി കാണുന്ന ഒരു സാഹചര്യം വളരെ അപകടകരമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. മൽഘോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.